ഒരു പാർട്ടിയുടെയും സംസ്ഥാന അധ്യക്ഷന് ഇത്തരം ഒരു ഗതി വരുത്തരുതേ എന്നാണ് പ്രാർത്ഥന. ഒരു സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ അധ്യക്ഷന് ആ സംസ്ഥാനത്തെ പാർട്ടിക്കകത്തും ദേശീയ നേതൃത്വത്തിലുമുള്ള സ്വാധീനം ഇതാണെങ്കിൽ അദ്ദേഹം സ്വയം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പറഞ്ഞു വരുന്നത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ്. BJP-ക്ക് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട് ഭരണം കിട്ടിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെ മേയറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലൊരു ഭിന്നത BJP-യിൽ തുടക്കം മുതൽ ഉടലെടുത്തിരുന്നു. ഫലപ്രഖ്യാപനം വന്ന് ഏതാണ്ട് 10 ദിവസത്തോളം കഴിഞ്ഞിട്ടും മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJP-ക്ക് കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ R ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ച് അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ച് ഡൽഹിയിൽ വെച്ച് വാർത്താ സമ്മേളനം വിളിച്ച് ആ പ്രഖ്യാപനം നടത്താനായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ 24-ാം തീയതി വൈകിട്ട് ഇവിടെ നിന്നും വിമാനം കയറി ഡൽഹിക്ക് പോയത്. എന്നാൽ അധ്യക്ഷൻ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിഞ്ഞു. മുൻ അധ്യക്ഷന്മാരിൽ ഒരാളായ V മുരളീധരൻ തന്റെ ചരടുവലികൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ താൻ ആരാണോ മേയറാകണമെന്ന് ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് അവിടെ ചെന്ന് അറിയിച്ചത് ആ തീരുമാനം പാടെ മാറ്റേണ്ട ഒരു ഗതികേട് രാജീവ് ചന്ദ്രശേഖരന് വന്നു. സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇവിടെ ഇത്തവണ BJP-ക്ക് വിജയിച്ച കൗൺസിലർമാരിൽ നിന്നും തീരുമാനമെടുക്കാതെയാണ് അല്ലെങ്കിൽ അവരോട് കൂടിയാലോചിക്കാതെയാണ് രാജീവ് ചന്ദ്രശേഖർ മേയറെ തീരുമാനിച്ചത് എന്ന വിമർശനം വ്യാപകമായി ഉയർന്നു. മാത്രവുമല്ല V മുരളീധര പക്ഷം ശക്തമായ ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. കാരണം VV രാജേഷാണ് BJP-യുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷനിലും പുറത്തും നേതൃത്വം വഹിച്ചത്. അദ്ദേഹം ഒരു കൗൺസിലർ എന്ന നിലയിൽ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തി. സ്വാഭാവികമായിട്ടും ഇത്തവണയും അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു, പാർട്ടിക്ക് ഭരണം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ VV രാജേഷ് തന്നെ മേയറാകണമെന്ന ഒരു ആഗ്രഹം V മുരളീധര പക്ഷത്തിന് ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ BJP R ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ മേയറായിട്ട് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, മേയറാകും എന്ന് വാക്കുകൊടുത്തുകൊണ്ടാണ്. അങ്ങനെ രണ്ടു പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു വടംവലി ആ വിഷയത്തിൽ നടന്നു. ഏറ്റവും ഒടുവിൽ തന്റെ സംസ്ഥാന അധ്യക്ഷനുള്ള പദവി വെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് R ശ്രീലേഖയെ നിയമിക്കാം, പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ നാരീശക്തി എന്നൊക്കെയുള്ള ആ തീരുമാനത്തിന് ഒരു ശക്തി പകരും എന്നൊക്കെ അറിയിച്ചുകൊണ്ടാണ് R ശ്രീലേഖയെ തീരുമാനിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ലഭിക്കുമെന്നും അദ്ദേഹം വിചാരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറുന്നത്. എന്നാൽ പെട്ടെന്ന് പാർട്ടിയിലേക്ക് വന്ന ഒരു സെലിബ്രിറ്റിക്ക് അത്തരം ഒരു പദവി, ചരിത്രത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു മേയർ പദവി വിട്ടുകൊടുക്കാൻ മുരളീധരൻ, K സുരേന്ദ്രൻ പക്ഷങ്ങൾ തയ്യാറായിരുന്നില്ല. അവര് തങ്ങളുടെ പണി ആരംഭിച്ചു. RSS വഴിയാണ് V മുരളീധരൻ തന്റെ നീക്കങ്ങൾ നടത്തിയത്. ഒരു സംഘപുത്രനായ തനിക്ക് പാർട്ടിയിൽ ഇപ്പോൾ പദവികളൊന്നും, പ്രത്യേകിച്ച് പദവികളൊന്നും ഇല്ലെങ്കിലും ഒരു സംഘപുത്രനായ തനിക്ക് പാർട്ടിയിലുള്ള സ്വാധീനം എന്ത് എന്ന് രാജീവ് ചന്ദ്രശേഖരന് കാണിച്ചു കൊടുക്കുകയാണ് V മുരളീധരൻ ചെയ്തത്. അങ്ങനെ സംസ്ഥാനത്തെ RSS നേതൃത്വത്തെ കൂട്ടുപിടിച്ചു. അങ്ങനെ സംസ്ഥാനത്തെ RSS നേതൃത്വം കേന്ദ്ര RSS നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാട് അറിയിച്ചു. ഒരു പൂർണ്ണ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെ മേയറാകണം എന്നൊരു കടുത്ത നിലപാടിലേക്ക്, ഒരു പിടിവാശിയിലേക്ക് RSS നേതൃത്വം പോയി. മാത്രവുമല്ല, സംസ്ഥാനത്ത് നിന്നും പല നേതാക്കളും ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് പരാതികൾ അയച്ചു, ഫോണിൽ ഉൾപ്പെടെ വിളിച്ച് പരാതി അറിയിച്ചു. രാജീവ് ചന്ദ്രശേഖർ തന്നിഷ്ടപ്രകാരമാണ് മേയറെ തീരുമാനിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഒരു വലിയ ട്വിസ്റ്റാണ് ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ സംഭവിച്ചത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരന് വലിയൊരു തിരിച്ചടി അവിടെയുണ്ടായി. R ശ്രീലേഖയെ മേയറായിട്ട് പ്രഖ്യാപിക്കാൻ കെട്ടും കെട്ടി ഡൽഹിക്ക് പോയ രാജീവ് ചന്ദ്രശേഖരന് നാണം കെട്ട് കേരളത്തിലേക്ക് മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ ഉച്ചയോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഏറ്റവും ഒടുവിൽ VV രാജേഷിലേക്ക് തന്നെ ആ നറുക്ക് വീഴുകയായിരുന്നു. VV രാജേഷിനെ മേയറാക്കാനുള്ള V മുരളീധര പക്ഷത്തിന്റെ നീക്കങ്ങൾ അങ്ങനെ വിജയിച്ചു. ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ നിലവിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വിശ്വസ്തന്മാരിൽ ഒരാളായ BJP-യുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി S സുരേഷാണ് മേയറായിട്ട് VV രാജേഷിനെ പ്രഖ്യാപിച്ചത്. അത് വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കാമായിരുന്നു. എന്നാൽ തന്റെ തീരുമാനം അട്ടിമറിച്ചതിലുള്ള അതൃപ്തി അദ്ദേഹം മറച്ചുവെച്ചില്ല. അങ്ങനെ താൻ ഈ മേയറെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിൽ താൻ ഇല്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു, അതിൽ നിന്നും ഒഴിയുകയായിരുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം
അങ്ങനെ എ സുരേഷിലേക്ക് വിട്ടുകൊടുക്കുന്നു. നിങ്ങൾ പ്രഖ്യാപിച്ചുകൊള്ളൂ എന്നൊരു നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ എടുത്തത്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി എസ് സുരേഷ് ബി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു പ്രതിസന്ധിയാണിത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ പാർട്ടിയുടെ അധ്യക്ഷനെടുത്ത ഒരു തീരുമാനം പൊടുന്നനെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുക, അങ്ങനെ നാണം കെട്ട് സംസ്ഥാന അധ്യക്ഷന് ഡൽഹിയിൽ നിന്നും മടങ്ങി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക, ഇതൊക്കെ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് കൂടുതൽ ആ പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാണ്. വരും ദിനങ്ങളിൽ ഇതിന്റെ കൂടുതൽ അനുരണനങ്ങൾ ബി ജെ പിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.